എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ചെയർമാൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ്. അവിടെ വന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഐ ഡി കാർഡ് യൂസ് ചെയ്തിട്ട് അവിടുത്തെ ആ റൂം അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അത് നടക്കത്തില്ല. പോരാത്തതിന് നമ്മുടെ യൂനുവിൻ്റെ ലാപ്ടോപ്പ് അതേപോലെ തന്നെ അവൻ കമ്പനിയുടെ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും അവിടെ ബ്ലോക്കാക്കി വെച്ചേക്കുമായിരുന്നു. നമ്മുടെ യൂനുവിന് കാര്യം എന്താണെന്ന് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് രണ്ടാൾക്കാർ വന്നിട്ട് പറയും, അതായത് യൂനുവിനെ ഇവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുക, അതുകൊണ്ട് തന്നെ യൂനുവിന് ഇനി മുതൽ ഇവിടെയുള്ള ഒന്നിലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കാകും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ആങ്ങും വരും. അവളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ യൂനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും. അവൾ പറയും, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരു സ്റ്റാഫിനെയും ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ ലിഫ്റ്റിൽ ട്രാവൽ ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ആങ് യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഈ കമ്പനിയിൽ വീണ്ടും പിടിച്ചിരിക്കുന്നത്? നിനക്ക് റിസൈൻ ചെയ്തിട്ട് പൊക്കൂടെ? അപ്പോൾ നമ്മുടെ യൂനു പറയും, എനിക്ക് റിസൈൻ ചെയ്തിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല, ഞാനിവിടെ തന്നെ കാണും, എനിക്കിവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടമെന്ന്. സത്യത്തിൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് തന്നെ അവന് ഹാങ്ങിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് അർത്ഥം. എന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ പറഞ്ഞ് മനസ്സിലാകും, അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വിചാരിച്ചാലും ഇവിടെ നിന്ന് റിമൂവ് ആക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ റിമൂവ് ആക്കണമെങ്കിൽ ലീഗലായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എന്നെ ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻറ്റി ആണെങ്കിൽ അവിടേക്ക് വരും. അവരാണെങ്കിൽ നമ്മുടെ യൂനുവിനെ കണ്ട് സംസാരിക്കാനൊരുങ്ങും. അവരവിടെ പറയും, എടാ യൂനു, ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനായിട്ടുള്ള ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ടില്ലേ, അവരാണെങ്കിൽ പേര് മാറ്റിയിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ യഥാർത്ഥ പേര് വേറൊന്നാണ്. പോരാത്തതിന് അവർക്കാണെങ്കിൽ സീക്രട്ടായിട്ടൊരു മോനും ഉണ്ട്, അതൊന്നും ആർക്കും അറിയത്തില്ല. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ യൂനുവിന് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അതായത് അവന് ഓൾറെഡി മനസ്സിൽ ഓരോന്നൊക്കെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അപ്പോഴവൻ്റെ ആ തോന്നലൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് നമ്മളുടെ ആൻറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യൂനു ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ആൻറ്റി അറിഞ്ഞത് എന്ന്. അപ്പോൾ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ആൻറ്റിയും കൂടി ചേർന്നിട്ട് ആ ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ നമ്മളുടെ യൂനുവിൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് ആ ചെയർമാൻ്റെ മോനെന്ന് പറയുന്ന നമ്മുടെ യൂൻസങ് ആണോ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് കിടക്കുന്നത് തന്നെയാണ് റീസൺ. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ആ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയും. അതായത് ഈ ലേഡി ആണെങ്കിൽ ജയിലിൽ വെച്ചിട്ടാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിലാണ് അവരുടെ മോനെ വളർത്തിയത് എന്നൊക്കെ. ഇതിനകത്ത് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോൻ വളർന്ന ഓർഫനേജ് വേറെ ആരുടെയല്ല, നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ആൻറ്റിക്കും ഭയങ്കര ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവരാണെങ്കിൽ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ആ ഓർഫനേജ് നടത്തിയിരുന്ന അവിടുത്തെ ആ സ്ഥലമൊക്കെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് പോകും. അതെവിടാ നിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹാങ്ങൊക്കെ ആണെങ്കിൽ അന്ന് ഹണ്ടിങ്ങിന് വന്നില്ലേ, അതേ സ്ഥലത്തിൻ്റെ അടുത്താണ്. അവരവിടെ വന്നിട്ട് ആ പഴയ ഓർഫനേജിൻ്റെ മാനേജറിൻ്റെ നമ്പർ വല്ലതും കിട്ടുമോ എന്ന് നോക്കും. അങ്ങനെ അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളില്ലേ, അയാളുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ യൂനു ഇതിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ അയാളിങ്ങനെ ചോദിക്കും, അല്ല നിങ്ങളിപ്പോൾ എന്തിനാണ് അതിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നതെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഫനേജ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയി. അതേപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ആ മാനേജർ മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പോൾ ആ ഓർഫനേജിനെ പറ്റി അറിയുന്ന വേറെ ആരും തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ അയാളുടെ വൈഫാണെങ്കിൽ പറയാൻ തുടങ്ങും, നിങ്ങൾ അന്ന് ഓർക്കുന്നില്ലേ, ഒരു ചെറുക്കനാണെങ്കിൽ നമ്മളുടെ അടുത്ത് പട്ടീനെ നല്ല വില കൊടുത്ത് വാങ്ങിക്കാൻ വന്നത്. അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് പണ്ട് ഈ ഓർഫനേജിലുണ്ടായിരുന്ന ഒരു ചെറുക്കനെയാണ്. അവനെ ആണെങ്കിൽ ഒരിക്കൽ ഒരു ജർമ്മൻ ഷിപ്പ്യാർഡ് അറ്റാക്ക് ചെയ്യാൻ വന്നു. അവനാണെങ്കിൽ അതിനെ കല്ലെടുത്ത് അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. അന്ന് അവൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഇന്ന് ഈ ചെറുക്കനും നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ ഡൗട്ട് കൂടുതൽ സ്ട്രോങ് ആവാൻ തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഫനേജിൽ പഠിച്ചത് യൂൻസങ് തന്നെയാണെന്ന് കൺഫേം ആയല്ലോ. അതേപോലെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കും. യൂൻസങ് ഓൾറെഡി പറഞ്ഞായിരുന്നു അവൻ പണ്ട് അനാഥനായിരുന്നു, അവനെ ആണെങ്കിൽ അവൻ്റെ പേരൻസ് ദത്തെടുത്തിട്ട് അവനെ അബ്രോഡ് കൊണ്ടുപോയി എന്ന്. നമ്മുടെ യൂനുവിനാണെങ്കിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ യൂനു ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. അവനാണെങ്കിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ ചെയർമാനെ ഇതിൽ നിന്നൊക്കെ ഒന്ന് തടയണം, അയാൾ ട്രാപ്പിലാവാൻ പാടില്ല എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്ലാനിങ് തന്നെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ യൂനുവിന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ നമ്മുടെ ചെയർമാൻ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഇപ്പോൾ ആ ഗേൾ ഫ്രണ്ട് അടുത്ത് ഭയങ്കര സ്നേഹത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻ്റെ വീട്ടുകാർ പോലും അയാൾക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോകാൻ റെഡി ആയില്ല. എന്നാൽ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ട് റെഡിയാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഈ ചെയർമാൻ ആണെങ്കിൽ എന്ത് ചെയ്യാന്നറിയാവോ, ഒരു എഗ്രിമെൻ്റ് എഴുതും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ചെയർമാനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചെയർമാൻ്റെ സ്വത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കി
നടത്തേണ്ടത് ഇവരാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇവർ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെ ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ആ ഗേൾ ഫ്രണ്ട് അടുത്ത് പറയും, ഇതെൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റാണ്, നീ ഇത് അക്സെപ്റ്റ് ചെയ്യണോ എന്ന്. എന്നാൽ അവരവിടെ ഭയങ്കര ആക്ടിങ് നടത്താൻ തുടങ്ങും. അയ്യോ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, എനിക്കിതൊന്നും വേണ്ട എന്ന്. എങ്കിൽ ഇവർ നല്ലതുപോലെ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് നേടിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ചെയർമാൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ടാണ് എല്ലാ കാര്യങ്ങളും എവിടെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ എന്ന്. എങ്കിൽ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആ ഹാങ്ങിൻ്റെ അമ്മയ്ക്ക് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ആൻറ്റി കയറി വരും. അവർ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അനാവശ്യമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാര്യത്തിൽ തലയിടുന്നത് എന്ന്. അങ്ങനെ നമ്മുടെ ആൻറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവരൊരു കാര്യം ശ്രദ്ധിക്കും. അതായത് നമ്മുടെ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിലായിട്ട് ഒരു റിങ് കിടക്കുന്നത്. ഈ റിങ് വേറെ ആരുടെയല്ല, നമ്മുടെ ആൻറ്റിൻ്റെ അമ്മയില്ലേ അവരുടേതായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ആൻറ്റി ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. അവർ വേഗം തന്നെ ഈ കൈയും പിടിച്ചിട്ട് നമ്മുടെ ചെയർമാൻ്റെ മുമ്പിലായിട്ട് വരും. എന്നിട്ട് ചോദിക്കും, അച്ഛൻ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത്, വേറെ എന്തെല്ലാം ഇവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു, എന്നിട്ട് ഇത് മാത്രമേ കിട്ടിയോളോ എന്ന്. അപ്പോൾ നമ്മുടെ ചെയർമാൻ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഇവിടെ നമ്മളുടെ ആൻറ്റിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ടിനെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങും. അതായത് ഇവർക്കാണെങ്കിൽ ഒട്ടും സ്നേഹമില്ല, എല്ലാം അഭിനയിക്കുവാണ്. ഇവർ നമ്മളുടെ കൂടെ കൂടിയേക്കുന്നത് തന്നെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ്. അച്ഛനെ സോപ്പിട്ട് അതെല്ലാം കൈക്കലാക്കാനാ ഇവരുടെ പ്ലാൻ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. നമ്മളുടെ ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കയെ പോലെ ഇങ്ങനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. ഉടനെ തന്നെ നമ്മളുടെ ആൻഡ് ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയും, അച്ഛൻ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഇവരാണെങ്കിൽ ഓൾറെഡി ജയിലിൽ കിടന്നിട്ടുള്ളതാണ്, പോരാത്തനി ഇവർക്കാണെങ്കിൽ ഒരു മോനും ഉണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ആ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആൻറ്റി എടുത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് വെറുപ്പുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ എല്ലാവരുടെ സ്നേഹത്തോടല്ലേ നിൽക്കുന്നത്, എന്നിട്ട് എന്നെ മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നിനക്ക് ഈ മോതിരം പോരെയെന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ കയ്യിൽ നിന്ന് മോതിരം ഊരി കൊടുക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമാവും. ഉടനെ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ പറയും, നീ ആണെങ്കിൽ ഈ മോതിരം ഊരി കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ഞാനത് നിനക്ക് തന്ന ഗിഫ്റ്റാണ്, അത് നീ തന്നെ വെച്ചോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ആൻറ്റിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവരാണെങ്കിൽ വേഗം തന്നെ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ തലമുടിക്കായിട്ട് കുത്തിരി കയറി പിടിക്കും. എന്നിട്ട് അവരാണെങ്കിൽ പറയും, നീ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നേക്കുന്നേ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അവളിങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് ഇവരെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നേ. വേഗം തന്നെ നമ്മുടെ ചെയർമാൻ വന്നിട്ട് ഈ ആൻറ്റിനെ പിടിച്ചങ്ങ് മാറ്റും. എന്നിട്ട് അവർക്കിട്ടൊരു അടിയും കൊടുക്കും. നമ്മുടെ ആൻറ്റി തെറിച്ചു പോയി താഴെ വീഴും. സത്യം പറഞ്ഞാൽ ഈ ആൻറ്റിനെ ഇതുവരെയും ആ ചെയർമാൻ ഒന്ന് കൈനീട്ടി അടിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമാവും. ഉടനെ തന്നെ ചെയർമാൻ പറയും, ഇനി മേലെ എൻ്റെ കൺമുന്നിൽ വന്നു പോരുത്, നീ എവിടാണെന്ന് വെച്ചാൽ പോക്കോ, എനിക്കൊന്നും അറിയണ്ട എന്ന്. അത് കേൾക്കുന്നേയും നമ്മുടെ ആൻറ്റിക്ക് ഭയങ്കര സങ്കടം വരും. അവരാണെങ്കിൽ അവിടെ പറയും, അച്ഛൻ എന്നാൽ ഇത്രയ്ക്ക് മാറിപ്പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, അച്ഛനെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ ആദ്യമേ അച്ഛൻ്റെ മൂത്ത മോനെ തല്ലി പുറത്താക്കി, എന്നിട്ട് ഇതാ ഇപ്പോൾ ഇവരുടെ വാക്കും കേട്ടിട്ട് എന്നെ അടിച്ച് പുറത്താക്കിയാണല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ആൻറ്റി ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആൻറ്റി ആണെങ്കിൽ ആ ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇവരാണെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിൻ്റെ തലമുടി കയറി പിടിച്ചില്ലേ, അതൊരു പ്ലാനിങ്ങോട് കൂടിയായിരുന്നു അവരുടെ മുടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂൻസങ്ങുമായിട്ട് DNA ടെസ്റ്റ് നടത്താൻ. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ ഒരു ചീപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വെച്ചിട്ട് ഇനി ഈസി ആയിട്ട് DNA ടെസ്റ്റ് നടത്താമല്ലോ. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ എല്ലാവരുടെയും മുമ്പിൽ പ്രൂവ് ചെയ്യാനും പറ്റും, അതായത് യൂൻസങ്ങിൻ്റെ അമ്മയാണ് നമ്മുടെ ഈ ഗേൾ ഫ്രണ്ട് എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു അവിടേക്ക് വരും. യൂനുവിനെ കാണുന്ന നമ്മുടെ ആൻറ്റി ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങും. അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കാര്യം പറയും, അതായത് ഇതുവരേക്കും എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് കൈ നീട്ടി അടിച്ചിട്ടില്ല, ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. നമ്മുടെ യൂനു ആണെങ്കിൽ ആൻറ്റീനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയോളിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഡീഹി എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനവിടെ പറയും, അതായത് അവനാണെങ്കിൽ ചെയർമാന് നല്ലൊരു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നേയും ചെയർമാന് ഭയങ്കര സന്തോഷമാവും. ഉടനെ തന്നെ ഈ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാ അധികാരവും അവന് കിട്ടും എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡീഹി അവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ഗ്രേസിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ആ വീടില്ലേ അവിടെയായിട്ട് കയറി വന്നിട്ട് എല്ലാ CCTV ക്യാമറ അങ്ങ് ഓഫാക്കിയിടും. പോരാത്തതിന് ബേസ്മെൻറ്റിൽ നിന്ന് കുറേ ആൾക്കാർ കയറിയിട്ട് എന്തൊക്കെയോ സാധനം എടുത്തുകൊണ്ട് പോകുന്നതും കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും ഈ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളെ ഡീഹിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കിയിട്ട് എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും അവളുടെ മോനെ എടുത്തിട്ട് ഇവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒരു വേസ്റ്റ് ബിന്നിലായിട്ട് അങ്ങ് എടുത്തിടും. ഇവളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നൊന്നും കാണിക്കും.
കാണിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈവൻ്റ് നടക്കുന്നിടത്ത് നമ്മളുടെ ചിയോളുണ്ടല്ലോ, അവൻ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ ചെയർമാന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു കാർട്ടൂൺ ക്യാരക്ടറിനെ റെഡി ആക്കിയിട്ടുണ്ട്. അതും കറക്റ്റ് നമ്മുടെ ചെയർമാനെ പോലെ ഇരിക്കുന്ന ഒരാളിനെ. ഇവനാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ആക്കും. പോരാത്തിന് അതേപോലത്തെ ഒരാളാണെങ്കിൽ അവിടെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നടന്നും വരും. ഇത് കാണുന്നേ നമ്മുടെ ചെയർമാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അയാൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. എന്നാൽ നമ്മുടെ ചിയോളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആകത്തില്ല. സത്യം പറഞ്ഞാൽ അത് കാണാനിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കും ഇഷ്ടപ്പെടത്തില്ല. അവരെല്ലാവരും ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ചിയോള് ഇങ്ങനെ ഒരു പൊട്ട സാധനം ചെയ്തുകൊണ്ട് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ചിരിക്കുന്ന കാണുന്നേ നമ്മുടെ ചിയോള് വിചാരിക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടാ എന്ന്. അങ്ങനെ നോക്കാൻ നേരത്തെ എന്തുവാ, നമ്മുടെ ചിയോളിൻ്റെ പേരൻസ് ആണെങ്കിൽ അവനെ നോക്കി ആംഗ്യം കാണിക്കുന്നുണ്ട്, ഇത് വേണ്ട മോനെ വേണ്ട മോനെ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ചിയോൾ അതൊന്നും മൈൻഡ് ആകത്തില്ല. അതേപോലെ തന്നെ നമ്മളുടെ യൂനുവിനെയും ആൻറ്റീനെയും കാണിക്കും. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ DNA റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. റിസൾട്ട് വന്നിട്ട് നോക്കുമ്പോൾ എന്തുവാ, അവർ സംശയിച്ചതുപോലെ തന്നെ ആ ഗേൾ ഫ്രണ്ടിൻ്റെ മോൻ തന്നെയാണ് നമ്മുടെ യൂൻസങ്. ഇത് കാണുന്നേയും ഇവർ രണ്ടുപേരും ഭയങ്കര ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.